വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ കോൺഗ്രസിൽ അടിമുടി മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് 23 നേതാക്കൾ ഒപ്പുവെച്ച കത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ചു. പാർട്ടിയുടെ അടിത്തറ ചോരുന്നതും യുവാക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതും ഗൌരവത്തോടെ കാണണമെന്നും ആവശ്യം. അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ മുറുകുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നാളെ ചേരും. രാകേഷ് വിവരങ്ങളുമായി ചേരും. രാകേഷ്, നാളെ പ്രവർത്തക സമിതിയാണ്. അധ്യക്ഷനാകുമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി മനസ്സ് തുറന്നിട്ടില്ല. അതേസമയം കോൺഗ്രസിന് പുറത്ത് നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് ഒരാളാകുമെന്ന രാഹുലിന്റെ നിർദ്ദേശത്തെ പ്രിയങ്ക അനുകൂലിച്ച സാഹചര്യവുമുണ്ട്. എന്താണ് ആ പാർട്ടിയിൽ സംഭവിക്കുന്നത്? രഞ്ജിത്ത്, നിർണായകമായ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നാളെ ചേരാനിരിക്കുകയാണ്. ഏതായാലും യോഗം നാളെ നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ 23 നേതാക്കൾ ഒപ്പിട്ടൊരു കത്ത് കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനപ്പെട്ട ആവശ്യം കോൺഗ്രസിന് സജീവമായ നേതൃത്വം വരണം, ഒരു മുഴുവൻ സമയ നേതൃത്വം വേണമെന്നാണ് ഇപ്പോൾ ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. 5 മുൻ മുഖ്യമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, നിലവിലെ പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ 23 പേരാണ് ഈ കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ ചോരുന്നു, അത് ഗൗരവമായി കാണണം, ഒപ്പം തന്നെ യുവാക്കൾക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ് എന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. BJPക്ക് വലിയ രീതിയിൽ വളർച്ചയുണ്ടായി, പ്രത്യേകിച്ച് യുവാക്കൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഈ നേതാക്കൾ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, അതായത് സജീവമായ നേതൃത്വം വരണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. ഇതിലൂടെ ഒരു പുതിയ അധ്യക്ഷൻ എന്ന കാര്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അത് ആര് എന്ന കാര്യം ഏതായാലും നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഈ കത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം, പുതിയ നേതൃത്വം വരണമെന്ന് പറയുമ്പോഴും നെഹ്റു ഗാന്ധി കുടുംബം പാർട്ടിയുടെ അവിഭാജ്യ ഘടകമായിരിക്കുമെന്ന് കൂടി ഈ കത്തിൽ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്, മുതിർന്ന നേതാക്കളായ കപിൽ സിബൽ, ആനന്ദ് ശർമ്മ, ശശി തരൂർ, വിനോദ് തൻഹ തുടങ്ങി നിലവിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അടക്കമുള്ളവർ ഒപ്പുവെച്ച കത്താണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി തന്നെ ഈ അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇടയിൽ ശക്തമാണ്. എന്നാൽ രാഹുൽ അതിനോട് ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, അധ്യക്ഷ പദവി വേണമെന്നില്ല, പാർട്ടിയിൽ പ്രവർത്തിക്കാൻ എന്ന് രാഹുൽ വ്യക്തമാക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധി ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഏതായാലും നാളെ ചേരുന്ന യോഗത്തിൽ ഒരു വിശദമായ ചർച്ചകൾ വരും. കാരണം ഇടക്കാല അധ്യക്ഷ പദവിയിൽ 1 വർഷത്തിലധികമായി കഴിഞ്ഞിരിക്കുന്നു സോണിയാഗാന്ധി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ നേതൃത്വം വേണമെന്നൊരു ആവശ്യം കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് ഈ കത്തിലൂടെ നേതാക്കൾ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി തന്നെ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഈ നേതാക്കളുടെ ഭാഗത്ത് നാളത്തെ യോഗത്തിലും ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു വിസമ്മതം വീണ്ടും അറിയിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും നെഹ്റു ഗാന്ധി കുടുംബത്തിന് പുറത്തേക്ക് ഒരു അധ്യക്ഷൻ എന്ന നിലയിലേക്ക് പോവുക. ഏതായാലും ചർച്ചകൾ വീണ്ടും വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസിൽ അടിമുടി മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് 23 നേതാക്കൾ ഒപ്പിട്ട കത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ചിരിക്കുന്നു. പാർട്ടിയുടെ അടിത്തറ ചോരുന്നു, യുവാക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു, ഇതൊക്കെ ഗൗരവത്തോടെ കാണണമെന്നാണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട മന്ത്രി KT ജലീലിന്റെ ഫോൺ രേഖകൾ കേന്ദ്രം പരിശോധിക്കും. കേന്ദ്ര അന്വേഷണത്തോടുള്ള സംസ്ഥാന സർക്കാർ നിലപാട് നിർണായകമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാരിന് പിടിവള്ളിയായ പ്രോട്ടോകോൾ ഓഫീസറുടെ മൊഴി ജലീലിന് മേൽ പിടിമുറുക്കാനുള്ള ആയുധമാണ് കേന്ദ്രത്തിന്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ കോൺസുലേറ്റ് ജനറലുമായി നേരിട്ടിടപെട്ടു. അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിലെ ചട്ടലംഘനം. മന്ത്രി KT ജലീലിനെതിരെ പ്രഥമദൃഷ്ട്യാ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ ഇവയാണ്. നിയമനിർമ്മാണ സഭയിലെ അംഗം വിദേശ രാജ്യത്ത് നിന്ന് സഹായമോ പാരിതോഷികമോ സ്വീകരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി നിർബന്ധമാണ്. ചട്ടങ്ങൾ മറികടന്ന് UAE കോൺസുലേറ്റുമായി നടത്തിയ ഇടപാടുകൾ വിവാദമായ സാഹചര്യത്തിൽ മന്ത്രി KT ജലീലിന്റെ ഫോൺ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും. നയതന്ത്ര ബാഗിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന കോൺസുലേറ്റിന്റെ അപേക്ഷയിൽ പ്രോട്ടോകോൾ ഓഫീസർ ഒപ്പിട്ടാലേ ഡ്യൂട്ടി ഇളവ് നൽകാനാവും. 2 വർഷമായി നയതന്ത്ര പാഴ്സലുകൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രോട്ടോകോൾ ഓഫീസർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമാകുന്ന ഈ മൊഴി KT ജലീലിനെതിരായ വജ്രായുധമായേക്കാം. നയതന്ത്ര ചാനൽ മതഗ്രന്ഥം കൊണ്ടുവന്നതും മന്ത്രിയുടെ ഒത്താശയോടെ അത് വിതരണം ചെയ്തതിലും ചട്ടലംഘനം ആരോപിക്കപ്പെടുന്നു. സഹായം സ്വീകരിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണെന്നും മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തതിൽ തെറ്റില്ലെന്നുമാണ് ജലീലിന്റെ വാദം. ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന ജലീലിന്റെ നിലപാടിനെ അനുകൂലിച്ച്
CPM രംഗത്തു വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ജലീലിന്റെ നടപടികൾ CPMലെയും CPIയിലെയും ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം അന്വേഷണത്തിൽ തുടർന്നുള്ള നീക്കങ്ങൾ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്നതാണ് വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങൾ. സർക്കാരിന് സാമ്പത്തിക പങ്കാളിത്തമില്ലെങ്കിലും കമ്മീഷൻ ഇടപാടുകൾക്ക് വഴിയൊരുക്കാൻ സർക്കാരിലെ ഉന്നത കേന്ദ്രങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു എന്നതാണ് ഇനി പുറത്തുവരേണ്ടത്. ആരുമറിയാത്ത കമ്മീഷൻ ഇടപാടുകൾ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിനിടയിലാണ് പുറത്തായത് എന്നതും ആശ്ചര്യകരമാണ്. 5 ലക്ഷത്തിലധികം ഭവനരഹിതർ സംസ്ഥാനത്തുണ്ട് എന്നതായിരുന്നു സർക്കാരിന്റെ കണക്ക്. ഇതിൽ 3.5 ലക്ഷത്തോളം പേർക്ക് സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്തവരാണ്. ഇവർക്കടക്കം 5 വർഷം കൊണ്ട് വീട് നിർമ്മിച്ചു നൽകി സുരക്ഷിത ബോധം വർദ്ധിപ്പിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമായിരുന്നു ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് ഉണ്ടായിരുന്നത്. 4 വിഭാഗങ്ങളിൽ നിന്നാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഭൂമിയുള്ള ഭവനരഹിതർ, നിലവിലുള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളാണെങ്കിലും വീടുപണി പൂർത്തിയാക്കാൻ കഴിയാത്തവർ, പുറംപോക്കിലും തീരപ്രദേശത്തും താൽക്കാലിക വീടുള്ളവർ, സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർ. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ പല പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഭവന നിർമ്മാണ പദ്ധതികൾ ലൈഫ് മിഷന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴും കുഴയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ടായി. ഭൂരഹിതരായ 3.5 ലക്ഷത്തോളം പേർക്ക് പുതിയതായി എങ്ങനെ സ്ഥലം കണ്ടെത്തി വീട് വെച്ച് നൽകും? ഇവിടെയാണ് ഫ്ളാറ്റ് സമുച്ചയം എന്ന ആശയം രൂപം കൊള്ളുന്നത്. ലൈഫ് മിഷന്റെ ഭാഗമായി നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് ഭവനരഹിതരായ കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷത്തിലധികം വരും. സ്ഥലവും വീടുമില്ലാത്ത 3.5 ലക്ഷം പേരും സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും വീടില്ലാത്ത 1.5 ലക്ഷത്തോളം പേരും ഇതിൽ ഉൾപ്പെടും. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 2,24,332 പേർക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകിക്കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചത്. പാലക്കാട്, കൊല്ലം ജില്ലകളും തൊട്ടടുത്ത സ്ഥാനങ്ങളിലുണ്ട്. പദ്ധതിയുടെ 3ാം ഘട്ടമാണിപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റു പദ്ധതികളെ അപേക്ഷിച്ച് കാര്യമായ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്ത പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ. എന്നാൽ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ വിവാദങ്ങൾ. റെഡ് ക്രസന്റ് എന്ന സംഘടന സൗജന്യമായി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്നേറ്റ് രംഗത്തു വന്നു. സർക്കാർ മേഖലയിലെ സ്ഥാപനമായ ഹാബിറ്റാറ്റിനെ ഒഴിവാക്കി യൂണിടാക് എന്ന കമ്പനി നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലൂടെ ഇതിനു പിന്നിലെ കമ്മീഷൻ ഇടപാടുകൾ പുറത്തുവന്നു. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലെങ്കിലും ഒരു പൊതുപദ്ധതിയെ മുൻനിർത്തി നടന്ന കമ്മീഷൻ ഇടപാടുകളാണ് പുറത്തുവന്നത്. യൂണിടാക് എന്ന കമ്പനിയെ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കർ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയെന്നതാണ് ആരോപണം. ഈ ഇടപാടിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് 1 കോടിയും UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ 3 കോടിയും കമ്മീഷൻ വാങ്ങി. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇടപാട് എന്നതാണ് പ്രതിപക്ഷ ആരോപണം. മുഖ്യമന്ത്രിയുടെ രാജിയും CBI അന്വേഷണവും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. സാധാരണക്കാരന്റെ ജീവിതവുമായി അത്രയധികം ബന്ധമുള്ള പദ്ധതി എന്ന നിലയിലാണ് ഈ വിവാദങ്ങൾക്ക് കൂടുതൽ പ്രസക്തി വർദ്ധിക്കുന്നത്. സർക്കാർ ആർക്കും കമ്മീഷൻ നൽകിയിട്ടില്ല എന്ന ന്യായം മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും മുമ്പെങ്കും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടക്കണം, വസ്തുതകൾ പുറത്തുവരണം. ലൈഫ് മിഷൻ പദ്ധതിയുടെ വിശ്വാസ്യത തകരരുത്. തിരുവനന്തപുരത്തു നിന്നും TG സജിത്, ന്യൂസ് 18. ലൈഫ് മിഷൻ വിഷയത്തിൽ പ്രമുഖർ പങ്കെടുക്കുന്ന വിശദമായ ചർച്ച ഉച്ചയ്ക്ക് 12-ന് ന്യൂസ് 18 ചാനലിൽ കാണാം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPM പ്രതിഷേധമിന്ന്. വീടുകളും പാർട്ടി വർഗ ബഹുജന സംഘടനാ ഓഫീസുകളുമായി 20 ലക്ഷത്തോളം പേർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്ന് CPM അറിയിച്ചു. വൈകിട്ട് 4 മുതൽ 4:30 വരെ നടക്കുന്ന സത്യഗ്രഹത്തിൽ CPMന്റെ ഉന്നത നേതാക്കൾ പങ്കെടുക്കും. AKG സെന്ററിലും മന്ത്രിമാരുടെയും നേതാക്കളുടെയും പ്രവർത്തകരുടെയും വസതികളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഇന്ന് ഉപവസിക്കും. തിരുവനന്തപുരം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന ഉപവാസം മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. ഓഗസ്റ്റ് 2 മുതൽ BJPയുടെ മുതിർന്ന നേതാക്കൾ നടത്തുന്ന ഉപവാസ സമരത്തിന്റെ സമാപനമാണ് തിരുവനന്തപുരത്ത് K. സുരേന്ദ്രൻ നിർവഹിക്കുക. കേന്ദ്ര വിദേശ പാർലമെന്ററി കാര്യ സഹമന്ത്രി V. മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തും. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് സമരം. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 16ാമത്തെ അവിശ്വാസ പ്രമേയം നാളെ സഭയിലെത്തും. VD സതീശനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുവരെ അവതരിപ്പിച്ച പ്രമേയങ്ങളിൽ 1 ഒഴികെ മറ്റെല്ലാം പരാജയപ്പെടുകയായിരുന്നു. അവിശ്വാസ പ്രമേയ ചരിത്രത്തിലൂടെ
രണ്ടാം കേരള നിയമസഭയുടെ കാലത്ത് 1961 CG ജനാർദ്ദനനാണ് ആദ്യത്തെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. PSB മന്ത്രിമാരായ പട്ടംതാണുപിള്ള, K ചന്ദ്രശേഖരൻ, D ദാമോദരൻ പോറ്റി എന്നിവർക്കെതിരെയായിരുന്നു അവിശ്വാസം. പ്രമേയം 86-നെതിരെ 30 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. R ശങ്കറിനെതിരെ 1962-ലും 63-ലും C അച്യുതമേനോന്റെ പ്രമേയങ്ങളും പരാജയപ്പെട്ടു. പക്ഷേ മൂന്നാം തവണ ശങ്കറിന് അടിതെറ്റി. 1964-ൽ PK കുഞ്ഞിന്റെ പ്രമേയം പാസായി. അങ്ങനെ PK കുഞ്ഞും ശങ്കറും ചരിത്രത്തിന്റെ ഭാഗമായി. നാലാം കേരള നിയമസഭയുടെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ മറികടന്നത് 3 അവിശ്വാസ പ്രമേയങ്ങളെയാണ്. 1971 ഏപ്രിലിൽ CBC വാര്യരും നവംബറിൽ ജോൺ മാഞ്ഞുലാനും കൊണ്ടുവന്ന പ്രമേയങ്ങളെയും അച്യുതമേനോൻ അതിജീവിച്ചു. തൊട്ടടുത്ത വർഷം E ബാലാനന്ദന്റെ പ്രമേയവും പരാജയപ്പെട്ടു. ഏറ്റവും അധികം അവിശ്വാസ പ്രമേയങ്ങളെ നേരിട്ടതും അതിജീവിച്ചതും K കരുണാകരനാണ്. 1982-ൽ AC ഷൺമുഖദാസാണ് കരുണാകരൻ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. 70 പേർ എതിർത്തും അത്രയും പേർ തന്നെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഒടുവിൽ സ്പീക്കർ AC ജോസിന്റെ ചരിത്രപ്രസിദ്ധമായ കാസ്റ്റിംഗ് വോട്ടോടെ കരുണാകരൻ ഭരണം നിലനിർത്തി. 1983-ൽ ബേബി ജോണും 85-ൽ MV രാഘവനും 86-ൽ EK നായനാരും 95-ൽ VS-ഉം കരുണാകരൻ സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയങ്ങളും പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. 1987-ൽ VM സുധീരനും 89-ൽ K ശങ്കരനാരായണനുമാണ് EK നായനാർ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നവർ. രണ്ടും പരാജയപ്പെട്ടു. 2005-ൽ ഉമ്മൻചാണ്ടിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അതിന്റെയും വിധി മറ്റൊന്നായില്ല. അവിശ്വാസ പ്രമേയങ്ങൾക്ക് മാത്രമല്ല, വിശ്വാസ പ്രമേയത്തിനും കേരള നിയമസഭ സാക്ഷിയായിട്ടുണ്ട്. 1970-ൽ മുഖ്യമന്ത്രി അച്യുതമേനോൻ പ്രമേയം അവതരിപ്പിച്ച് സഭയുടെ വിശ്വാസം നേടി. ഒപ്പം ഭരണവും നിലനിർത്തി. പിണറായി സർക്കാരിനെതിരെ VD സതീശൻ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ പേരിലാണ്. കേസിൽ UAE കോൺസുലേറ്റും UAE പൗരന്മാരും സംശയ നിഴലിലുമാണ്. 1986-ൽ K കരുണാകരനെതിരെ EK നായനാർ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതിനിടയാക്കിയ സംഭവങ്ങൾക്ക് പിന്നിലും ഒരു വിദേശ ബന്ധമുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് അനഭിമതരായി പ്രഖ്യാപിച്ച കുവൈറ്റ് പൗരന്മാരെ കേരളത്തിൽ വിളിച്ചു വരുത്തി സത്കരിച്ചത് രാജ്യദ്രോഹമെന്നായിരുന്നു ആരോപണം. അന്ന് കുവൈറ്റെങ്കിൽ ഇന്ന് UAE, എല്ലാം യാദൃച്ഛികം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ചിന്നക്കനാലിലെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. വെള്ളിക്കുന്നേൽ കുടുംബം കയ്യേറി കൈവശം വെച്ചിരുന്ന 50 ഏക്കറിലധികം ഭൂമി തിരിച്ചുപിടിച്ച് ബോർഡ് സ്ഥാപിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ H ദിനേശൻ നേരിട്ടെത്തിയാണ് നടപടിയെടുത്തത്. ന്യൂസ് 18 ഇമ്പാക്ട്. ചിന്നക്കനാലിൽ ലോക്ഡൌണിന്റെ മറവിൽ കയ്യേറ്റങ്ങൾ വ്യാപകമായത് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഏക്കർ കണക്കിന് കൃഷി കയ്യേറി കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടി സ്വീകരിച്ചു. കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനൊപ്പം കൈവശക്കാർക്കെതിരെ കേസെടുക്കുവാനും കളക്ടർ നിർദ്ദേശം നൽകി. ചിന്നക്കനാൽ വില്ലേജിലെ 20-1 സർവേ നമ്പറിൽപ്പെട്ട 21.50 ഏക്കർ സ്ഥലം സർക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതാണ്. ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. പിന്നെ ഈ പോലീസ് കേസ്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇവർക്കെതിരെ. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുമ്പോട്ടു പോകുമെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ആനയിറങ്കലിലെ കയ്യേറ്റം നാളെ ഒഴിപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ്. ആനയിറങ്കൽ ജലാശയത്തിലെ അനധികൃത കയ്യേറ്റം സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. ന്യൂസ് 18 ഇമ്പാക്ട്. ചിന്നക്കനാൽ വില്ലേജിലെ ആനയിറങ്കൽ ജലാശയത്തിന്റെ തീരപ്രദേശം കയ്യേറി ഏലകൃഷിയും കെട്ടിട നിർമ്മാണവും നടത്തുന്നത് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ഒരേക്കർ വരുന്ന ഭൂമി വേലികെട്ടി തിരിച്ച കെട്ടിടവും ജലസേചന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇടുക്കി ജില്ലാ കളക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. KSEBയുടെ ഭൂമിയാണെന്നും കണ്ടെത്തി. KSEBയുടെ ക്യാച്ച്മെന്റ് ഏരിയയിൽ ഒരു ഷെഡ്, ശക്തി എന്ന് പറയുന്ന ഒരു ഷെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നിങ്ങളുടെ ന്യൂസിൽ ഇന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം. അത് തിങ്കളാഴ്ച തന്നെ നടപടിയെടുത്ത് പൊളിച്ചു നീക്കും. ഡാം സേഫ്റ്റി കെയറുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്തു. ആനയിറങ്കൽ ഡാമിനകത്തുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനൊപ്പം വൃഷ്ടിപ്രദേശത്ത് മറ്റു കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. കയ്യേറ്റം കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. ആനയിറങ്കലിലെ കയ്യേറ്റം അടുത്ത ദിവസം പൊളിച്ചു നീക്കുമെന്നാണ് റവന്യൂ അധികൃതരുടെ ഉറപ്പ്. ഇതുമാത്രമല്ല, ഹൈറേഞ്ചിലെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ വകുപ്പ് ഉറപ്പു നൽകുന്നു.
ആനയിറങ്ങലിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18. കോവിഡിനെ പ്രതിരോധിക്കാൻ കുട്ടികൾക്ക് മാർഗനിർദ്ദേശവുമായി ലോകാരോഗ്യ സംഘടന. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം. ഈ പ്രായത്തിലുള്ള കുട്ടികൾ വൈറസ് വാഹകരാകാം എന്നും ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് നിർബന്ധമല്ല എന്നും WHO പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2,33,00,000 കടന്നു. 8,07,000-ലധികം പേരാണ് ഇതുവരെ മരിച്ചത്. കോവിഡ് രോഗിയുമായി പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും ഇനി ക്വാറന്റൈനിൽ പോകേണ്ടതില്ല. കോവിഡ് രോഗികളുമായി അടുത്തിടപഴകുന്ന ഹൈറിസ്ക് വിഭാഗത്തിനും കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്കും മാത്രമാണ് ഇനി മുതൽ 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കുന്നത്. കോവിഡ് സമ്പർക്കമില്ലാത്തവർക്കും ജലദോഷപ്പനിയോ ശ്വാസതടസ്സമോ ഉണ്ടെങ്കിൽ രോഗം മാറുന്നതുവരെ ക്വാറന്റൈനിൽ പോകണം. കോവിഡ് രോഗിയുമായി ഇടപഴകുന്ന എല്ലാവരും 14 ദിവസത്തെ ക്വാറന്റൈനിൽ പോകണമായിരുന്നു. ഇതിനാണ് മാറ്റം വരുത്തിയത്. രോഗിയുമായി സമ്പർക്കമുള്ളവരെ ഹൈറിസ്ക്, ലോ റിസ്ക് എന്നിങ്ങനെയായി തിരിക്കും. കോവിഡ് രോഗിയുമായി അടുത്ത് ഇടപഴകുന്നവരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ വരുന്നത്. ഒന്നിച്ച് 15 മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, ഭക്ഷണം പങ്കിടുക, ശരീരത്തിൽ തൊടുക തുടങ്ങിയ സമ്പർക്കമുള്ള ഹൈറിസ്ക് വിഭാഗത്തിന് 14 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ്. വിദേശത്ത് നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ തിരികെ എത്തിയവർ, PPE കിറ്റ് ധരിക്കാതെ കോവിഡ് രോഗിയെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കും 14 ദിവസത്തെ ക്വാറന്റൈൻ വേണം. എന്നാൽ കോവിഡ് രോഗിയുമായി കുറവ് സമ്പർക്കമുള്ള ലോ റിസ്ക് വിഭാഗത്തിലുള്ളവർക്ക് ഇനി മുതൽ ക്വാറന്റൈൻ വേണ്ട. എന്നാൽ കൂടുതൽ ആളുകളുമായി സമ്പർക്കം പാടില്ല എന്നതും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നതും മാസ്ക് ഉൾപ്പെടെയുള്ള സുരക്ഷാ മുൻകരുതൽ പാലിക്കണമെന്നതും നിർബന്ധമാണ്. കോവിഡ് രോഗിയുമായി സമ്പർക്കമോ കേരളത്തിനു പുറത്തേക്കുള്ള യാത്രാ പശ്ചാത്തലമോ ഇല്ലെങ്കിലും ജലദോഷപ്പനിയോ ശ്വാസതടസ്സമോ ഉണ്ടായാൽ ക്വാറന്റൈനിൽ പോകണം. രോഗം മാറുന്നതുവരെ ക്വാറന്റൈനിൽ തുടരണം. കോവിഡ് പരിശോധന ഫലം നെഗറ്റീവായ ശേഷം 7 ദിവസത്തെ സമ്പർക്ക വിലക്ക് ഇനിയും തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. തുടർച്ചയായ 4-ാം ദിവസവും മലപ്പുറത്ത് രോഗബാധിതരുടെ എണ്ണം 300 കടന്നു. മലപ്പുറത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന രോഗബാധയാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. 395 പേർക്കാണ് ഇന്നലെ കോവിഡ് ബാധിച്ചത്. സമ്പർക്കത്തിലൂടെ 377 പേർക്ക് രോഗം ബാധിച്ചു. ഇതിൽ 11 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 13 പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. കളക്ടർ, സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ എന്നിവരുടെ ഫലങ്ങൾ നെഗറ്റീവായി. വളാഞ്ചേരി നഗരസഭയിലെ 4 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് നാളെ LDF-ന് വേണ്ടി MV ശ്രേയാംസ്കുമാറും UDF-ന് വേണ്ടി ലാൽ വർഗീസ് കൽപ്പകവാടിയും മത്സരിക്കും. സഭയിലെ അംഗബലമനുസരിച്ച് LDF സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പാണ്. MP വീരേന്ദ്രകുമാർ അന്തരിച്ച ഒഴിവിലാണ് സംസ്ഥാനത്ത് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാറാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി ലാൽ വർഗീസ് കൽപ്പകവാടി കർഷക കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്. തെരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാർക്കാണ് വോട്ടവകാശം. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിക്ക് വോട്ടില്ല. കുട്ടനാട്ടിലും ചവറയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്തതിനാൽ MLA-മാരുടെ എണ്ണം 138 ആകും. KM ഷാജിക്കും കാരാട്ട് റസാഖിനും തെരഞ്ഞെടുപ്പ് കേസുള്ളതിനാൽ അവർക്കും വോട്ട് ചെയ്യാനാവില്ല. അങ്ങനെ വരുമ്പോൾ വോട്ടവകാശമുള്ള MLA-മാർ 136. 69 ഒന്നാം വോട്ടുകളാണ് ജയിക്കാൻ ആവശ്യം. 90 അംഗങ്ങളുടെ പിന്തുണയുള്ള ഇടതു സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പാണ്. UDF-ന് പരമാവധി 42 വോട്ടുകളേ ഉള്ളൂ. ജോസ് കെ മാണി വിഭാഗത്തിലെ 2 അംഗങ്ങളും വോട്ട് ചെയ്യില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ നിയമസഭാ മന്ദിരത്തിലാണ് വോട്ടെടുപ്പ്. ബൂത്തിൽ ഒരു സമയം ഒരാൾക്കേ പ്രവേശനമുണ്ടാകൂ. ഒരാൾ ഒപ്പിട്ട പേന മറ്റൊരാൾക്ക് നൽകില്ല. പരിശോധനയിൽ പോസിറ്റീവാകുന്ന MLA-മാർക്കും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് വരുന്നവർക്കും വോട്ട് ചെയ്യാൻ പ്രത്യേക ബൂത്ത് ഒരുക്കും. വൈകുന്നേരം 5:30 ഫലം അറിയാം. ന്യൂസ് 18 തിരുവനന്തപുരം. പെട്ടിമുടിയിൽ കാണാതായവരിൽ ആരെയും കഴിഞ്ഞ 2 ദിവസങ്ങളിലും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉൾവനത്തിൽ നടത്തുന്ന തെരച്ചിലിനിടെ പുലിയെ കണ്ടതോടെ തെരച്ചിൽ മന്ദഗതിയിലായി. ഇനിയുള്ള തെരച്ചിലിനെ സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ പ്രത്യേക യോഗം ചേർന്ന് തീരുമാനമെടുക്കും. പൊന്നോണക്കാലം. വെള്ളാരപ്പൂമലയെക്കുറിച്ച് മലയാളിയുടെ സ്വപ്നം കാണിച്ചയാളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേൾക്കാം ആ പാട്ടുകളെക്കുറിച്ചും കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചും. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. മഹാമാരി പെയ്തിറങ്ങിയ കാലത്തും പാട്ടിന്റെ ചിട്ടവട്ടങ്ങളിലാണ് കൈതപ്രം ദാമോദരൻ. ഓർമ്മകളിൽ ഇപ്പോഴും പാട്ടും ഉത്സവങ്ങളുമാണ്. കുളിരമ്പിൽ വലയങ്ങൾ തോരണമായി മഞ്ഞിലത്ത്
നാട്ടിൻപുറങ്ങളും പുഴകളും ഗ്രാമഭംഗിയും ഓണക്കാലവുമെല്ലാം ഓർത്തെടുത്തായിരുന്നു പാട്ടെഴുത്ത്. ഓണം മൂഡിലുള്ള ഗാനങ്ങൾ പലതും പിറന്നത് അങ്ങനെയാണ്. കാലത്തിന് മാത്രം ഇവരൊന്നും ഭയമില്ല. കാലം ആവുമ്പോൾ വസന്തം വരേണ്ട സമയത്ത് വസന്തം വരും, ആടിമാസം വരേണ്ട സമയത്ത് ആടിമാസം വരും, മഴ പെയ്യും, പൂവിടർ. ഇതിനൊന്നും കൊറോണയൊന്നും ഭയമില്ല അവർക്ക്. നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഇതില്ല. ഗ്രാമം തന്നെ ഉള്ളൂ. ഓണത്തിന് നമുക്ക് നഗരമൊന്നും കാണിക്കാൻ പറ്റില്ല. നഗരത്തിലാകെ മുറ്റത്ത് പൂക്കളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, മറ്റേതൊന്നും അർത്ഥമില്ല. നാട്ടുവഴിയും ചെറിയ ഇതൊക്കെ തന്നെയാണ്. സംഗീത സാന്ദ്രമാണ് കൈതപ്രത്തിൻ്റെ കോഴിക്കോട്ടെ വീടും കലാഗ്രാമവും. സപ്തതിയുടെ നിറവിലാണ്. കോവിഡ് കാലമായതിനാൽ അധിക സമയവും വീട്ടിൽ തന്നെ. ഒരു മഹാമാരിക്കും തകർക്കാനാവില്ലെന്നും എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്ത് മനുഷ്യരാശിക്കുണ്ടെന്നും കൈതപ്രം ഉറപ്പിച്ചു പറയുകയാണിവിടെ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കോവിഡ് എന്ന മഹാമാരിയോട് പാട്ടും പാടി പോരാടുന്ന ഒരു കൂട്ടർ കോഴിക്കോടുണ്ട്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ കൊണ്ടോട്ടി സ്വദേശി സാദിഖലി തങ്ങളും കൂട്ടുകാരും കോവിഡ് കാലം കഴിച്ചുകൂട്ടുന്നത് പാട്ടും പാടിയാണ്. ഈ പാട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ. കൊണ്ടോട്ടി മാർക്കറ്റിൽ നിന്നും കോവിഡ് വ്യാപനമുണ്ടായപ്പോൾ രോഗം ബാധിച്ച് ചികിത്സയിലായ യുവാക്കൾ. ക്വാറന്റൈൻ കാലത്തിന്റെ ഒറ്റപ്പെടൽ പാട്ടുപാടി മറികടക്കുകയാണ് ഇവർ. പാട്ടും കലയുമെല്ലാം നെഞ്ചിലേറ്റുന്നവരാണ് കൊണ്ടോട്ടിക്കാർ. റഫീഖലി തങ്ങൾ, ബാബു, ജംഷീർ, ഷക്കീർ. കോവിഡ് പോസിറ്റീവാണെങ്കിലും മനസ്സ് നെഗറ്റീവാകുന്നില്ല. നാട്ടിലും അതുപോലെ തന്നെ നമ്മളെ വീടുകളിലൊക്കെ വലിയൊരു പരിഭ്രാന്തി ഉണ്ടാക്കി. അത് ഒഴിവാക്കുക അല്ലെങ്കിൽ ആ ഒരു ഭീതി അകറ്റുക എന്ന രീതിയിലാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പാട്ട് അവതരിപ്പിച്ച് പിന്നെ നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളും അക്ഷര എന്ന ക്ലബിലൊക്കെ പോസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്ലൈ വളരെ സന്തോഷകരമായ ഒരു ആശ്വാസമുള്ള ഇതായിരുന്നു. പലർക്കും അതൊരു പേടി ഒഴിവാക്കി. മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക്, ഇത്തരം രോഗാതുരമായ സാഹചര്യത്തിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഹൃദയാരിയായ സംഗീതവുമായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റും എന്നുള്ളതാണ്. അതല്ലാതെ ഇത്തരത്തിലുള്ള അകലം പാലിക്കേണ്ട മാനദണ്ഡങ്ങളുള്ള ഈ സമയത്ത് മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്നുള്ള തിരിച്ചറിവിലാണ്. യുവാക്കളുടെ കോവിഡ് കാല പാട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലെ ചികിത്സ പൂർത്തിയായ ശേഷം റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയുകയാണ് ഇവരിപ്പോൾ. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്.